വിവാഹശേഷവും എതിർകക്ഷി മിസ്റ്റർ രവി പരസ്ത്രീകളുമായി ലൈംഗിക ബന്ധം പുലർത്തിയിട്ടുണ്ടെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതിനാൽ ഹിന്ദു മാരേജ് ആക്ട് 13-ാം വകുപ്പ് പ്രകാരം വിവാഹമോചനം അനുവദിച്ചിരിക്കുന്നു. കുട്ടിയുടെ രക്ഷകത്വത്തിന്റെ കാര്യത്തിൽ മിനി എന്ന പെൺകുട്ടിയെ ആഴ്ചയിൽ 3 ദിവസം എതിർകക്ഷി രവിയുടെ കൂടെ നിർത്തേണ്ടതാണെന്നും മാതൃവാത്സല്യം കൂടുതൽ ലഭിക്കേണ്ട പ്രായത്തിലുള്ള ഈ കുട്ടിയെ ബാക്കി ദിവസങ്ങൾ മാതാവായ ഇന്ദുവിന്റെ കൂടെ നിർത്തേണ്ടതാണെന്നും ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ടിലെ വകുപ്പുകൾക്ക് വിധേയമായി കോടതി വിധി കൽപ്പിക്കുന്നു. മോളെ വെറുതെ ഇരിക്കേ, പറയുന്ന കേക്ക് ഒന്ന് ചുമ്മാരി. ചുമ്മാ ഇരിക്കെ പറഞ്ഞു കേട്ട് നീ അടി വാങ്ങിക്കും പറഞ്ഞേക്കാം. ഒന്ന് ചുമ്മാ ഇരിക്കും മോളെ, പറയുന്ന കേക്ക് പോലെ വണ്ടി എടുക്കും. വെറുതെ ഇരിക്കേ. ഹലോ, ചന്ദ്രശേഖരൻ മേനോൻ. ഞാനാണ് ഡാഡി. എന്തായി മോളെ? ഡാഡി നാളെ ഇങ്ങോട്ട് വരണം. കാര്യങ്ങളൊക്കെ എവിടം വരെയായി മോളെ? എല്ലാം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ. വെരി ഗുഡ്. ആ, ഞാൻ നാളത്തെ ഫ്ലൈറ്റ് എത്തിയേക്കാം. എന്താ മോളെ ഇങ്ങനെ എത്ര പെട്ടെന്ന് ഡാഡിയെ വിളിച്ചത്? അങ്കിളിനറിയാമോ,
എന്റെ ജീവിതത്തിലെ ഒരേ ഒരു ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയാണ് ഡാഡിയുടെ അപ്രതീക്ഷിതമായി ഈ വരവ്. മോൾ എന്തായി പറയുന്നത്? സിംഗപ്പൂരിലായിരുന്നു അങ്കിൾ. അതൊന്നും വ്യക്തമായി അറിഞ്ഞിരിക്കില്ല. എന്റെ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനം തകർന്നു വീഴാൻ കാരണക്കാരനായി ഒരുത്തൻ ഇന്നിവിടെ സുഖമായി ജീവിക്കുന്നു. അവനോട് എനിക്ക് പകരം ചോദിക്കണം. അങ്കിളിന് അറിയാമോ എന്റെ വിവാഹം മുടങ്ങിയത് എങ്ങനെയാണെന്ന്? എന്റെ കുടുംബത്തിന്റെ മാനം പോകാൻ കാരണക്കാരൻ ആരാണെന്ന് അങ്കിളിന് അറിയാമോ? ഇന്ദുവിന്റെ ഭർത്താവായ എഞ്ചിനീയർ രവി. അവൻ ഇന്ദുവിന്റെ ഭർത്താവ് അല്ലാതാകണം. അത് ഞാൻ നേടിക്കഴിഞ്ഞു. അവനിന്ന് ഇന്ദുവുമായി യാതൊരു ബന്ധവുമില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ മോളെ. ഡാഡി വരട്ടെ, ഞാൻ എല്ലാം വ്യക്തമാക്കാം. ഡാഡി എപ്പോഴാ വരുന്നത്? നാളെ മോർണിംഗ് ഫ്ലൈറ്റിന്. ഡാഡി, ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ എഞ്ചിനീയർ ആണവൻ. ഓ, ആരാണ് എന്റെ പ്രൊപ്പറേറ്റർ? ഐസക് എന്ന് പറഞ്ഞ ഒരാളാണ്. ഇതാണ് ഡാഡി ഐസക് കൺസ്ട്രക്ഷന്റെ പ്രൊപ്പറേറ്ററുടെ അഡ്രസ്. ഡാഡി ഇപ്പൊ തന്നെ മിസ്റ്റർ ഐസക്കിനെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തേക്കും. ശരി മോളെ. Hello, Mr. Isaac there? yes, speaking. I am Chandrasekhar Menon from Bangalore. Yes, what can I do for you? നിങ്ങളുടെ ഹൗസിംഗ് കോംപ്ലക്സ് വിൽക്കുന്നതിനെ കുറിച്ച് ഹിന്ദു പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിരുന്നു. ശരിയാണ്, ഞാൻ കൊടുത്തിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നത്. നമുക്ക് എപ്പോ കാണാം? എപ്പോ വേണേലും കാണാമല്ലോ. Then I will contact you tomorrow morning. Okay? Okay, I'll be here only.